regarding my personal life. Hello, welcome to my YouTube channel. ഇന്ന് ഞാൻ welcome to yet another video. Myself Anita. ഞാൻ NHSൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് 4ാമത്തെ വർഷമാണ് ജോലി ചെയ്യുന്നത്. 2021 ഡിസംബറിലാണ് ഞാൻ UK-ലെത്തുന്നത്. അറ്റ് പ്രസൻറ്റ് ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. എൻ്റെ 2ാമത്തെ കുട്ടി ജനിച്ചെടുക്കും 3 മാസമാകുന്നു. അപ്പം അതിൻ്റെ ലീവ് 9 മാസത്തെ ലീവ് ഉണ്ട്. അതിലാണ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ചെയ്യും. പിന്നെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ. OET ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 4ാമത്തെ തവണ എഴുതിയായിട്ടാണ് എനിക്ക് OET കിട്ടുന്നത്. അതായത് ആദ്യത്തെ 3 തവണ എഴുതുമ്പോൾ നല്ല പാടുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ച് നല്ല ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അതിൽ 3 തവണ എനിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പീക്കിങ്ങിന് കിട്ടിയ റൈറ്റിങ്ങിന് കിട്ടിയാൽ സ്പീക്കിങ്ങിന് ഇങ്ങനെ എടുത്തായിരുന്നു. പക്ഷേ 4ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് ഫുൾ സ്കോർ B കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, അതായത് 2021 ഓഗസ്റ്റിലാണ് എനിക്ക് OET കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 months അതിൻ്റെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിലെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതായത് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ആകുന്നതിന് വേണ്ടിയുള്ള UK NMCയിൽ ഇൻക്ലൂഡ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാം അടുത്ത ഘട്ടമായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് എഴുതിയത് പാസ്സായി. അതിനുശേഷം NMC സൈറ്റിൽ നമ്മൾ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷമാണ് CBT അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ ബാക്കി പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഒരു 3 മാസം എടുത്തു. സെപ്റ്റംബർ നവംബർ 3 മാസം എടുത്തു. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ UK-ലെത്തി. അതിനുശേഷം പിന്നെ അവിടെ നമുക്കൊരു 1 month ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓസ്കിയുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു 1 month. ആ ഒരു 1 month ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടിയത്. ആ ക്ലിനിക്കലിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ബാൻഡ് 4 ആയിട്ടാണ് കയറിയത്. പിന്നെ നമുക്കൊരു പിൻ നമ്പർ കിട്ടും. അതായത് എക്സാം എഴുതിയിട്ട് ഒരു പിൻ നമ്പർ കിട്ടുമ്പോൾ ആ പിൻ നമ്പർ കിട്ടിയതിന് ശേഷമാണ് ബാൻഡ് 5 ആയിട്ട് മാറുന്നത്. അങ്ങനെ ബാൻഡ് 5 ആയിട്ട് ഞാൻ 2022 ജനുവരി 20ലാണ് ഞാൻ ബാൻഡ് 5 നഴ്സായിട്ട് അവിടെ മാറുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടാണത്. അവിടെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. മൈസെൽഫ് അനിത. ഞാൻ NHSൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് 4ാമത്തെ വർഷമാണ് ജോലി ചെയ്യുന്നത്. 2021 ഡിസംബറിലാണ് ഞാൻ UK-ലെത്തുന്നത്. അറ്റ് പ്രസൻറ്റ് ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. എൻ്റെ 2ാമത്തെ കുട്ടി ജനിച്ചെടുക്കും 3 മാസമാകുന്നു. അപ്പം അതിൻ്റെ ലീവ് 9 മാസത്തെ ലീവ് ഉണ്ട്. അതിലാണിപ്പം ഞാൻ.
നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, OET പ്രിപ്പറേഷൻസ്, ഇതൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ചെയ്യും. പിന്നെ കുറച്ചും കൂടെ മീൻസ് ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ. എൻ്റെ OET ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 4ാമത്തെ തവണ എഴുതിയിട്ടാണ് എനിക്ക് OET കിട്ടുന്നത്. അതായത് ആദ്യത്തെ 3 തവണ എഴുതുമ്പോൾ നല്ല പാടുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ച് നല്ല ടഫായിട്ടുള്ള എക്സാമായിരുന്നു. അതിൽ 3 തവണ എനിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ്ങിന്, ഒന്നുകിൽ സ്പീക്കിങ്ങിന് കിട്ടിയ റൈറ്റിങ്ങിന് കിട്ടിയാൽ സ്പീക്കിങ്ങിനോ ഇങ്ങനെ എഴുതില്ലായിരുന്നു. പക്ഷേ 4ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് ഫുൾ സ്കോർ B കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, അതായത് 2021 ഓഗസ്റ്റിലാണ് എനിക്ക് OET കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 months അതിൻ്റെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിലെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതായത് അതിൽ രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ആകുന്നതിന് വേണ്ടിയുള്ള UK NMCയിൽ ഇൻക്ലൂഡ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അടുത്ത ഘട്ടമായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് എഴുതി, അത് പാസ്സായി. അതിന് ശേഷം NMC സൈറ്റിലൂടെ നമ്മൾ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷമാണ് CBT അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ ബാക്കി പേപ്പർ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഒരു 3 മാസം എടുത്തു. സെപ്റ്റംബർ ടു നവംബർ 3 മാസം എടുത്തു. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ UKയിലെത്തി. അതിനുശേഷം പിന്നെ അവിടെ നമുക്കൊരു 1 month ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓസ്കിയുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു 1 month. ആ ഒരു 1 month ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടിയത്. ആ ക്ലിനിക്കലിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് Band 4 ആയിട്ടാണ് കയറിയത്. പിന്നെ നമുക്കൊരു പിൻ നമ്പർ കിട്ടും. അതായത് എക്സാം എഴുതിയിട്ട് ഒരു പിൻ നമ്പർ കിട്ടുമ്പോൾ ആ പിൻ നമ്പർ കിട്ടിയതിന് ശേഷമാണ് Band 5 ആയിട്ട് മാറുന്നത്. അങ്ങനെ Band 5 ആയിട്ട് ഞാൻ 2022 ജനുവരി 20ലാണ് ഞാൻ Band 5 നഴ്സായിട്ട് അവിടെ മാറുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടാണത്. അവിടെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. I hope you guys enjoyed this video. Stay tuned for further videos and thanks for watching.